ഞാനൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്ത് 1920 × 1080 ഫ്രെയിം റേറ്റ് 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്. അതിനുശേഷം ഞാനിവിടെ നിന്നൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണേ. ഞാൻ എസ് അടിച്ചു, അതിനെ സ്കെയിൽ ചെയ്തു. ഓക്കെ, കൺട്രോൾ ഓൾട്ട് ഹോം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റിൻ്റെ അകത്ത് ക്രിയേറ്റ് മാസ്ക് ഫ്രം ഷേപ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റ്. ഷേപ്പ് ഫ്രം ടെക്സ്റ്റ് അല്ല, മാസ്ക് ഫ്രം ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒറിജിനലായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ മാത്രം വന്നുണ്ടോ. അപ്പോൾ VFX എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ആവശ്യമില്ലല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക, അതവിടെ ഇരുന്നോട്ടെ, തൽക്കാലം ഡിലീറ്റ് ചെയ്ത് കളയണ്ട. അതിനുശേഷം എനിക്ക് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് ഒരു സ്ട്രോക്ക് ആഡ് ചെയ്യുക. ഓക്കെ, സ്ട്രോക്ക് ആഡ് ചെയ്തിട്ട് സ്ട്രോക്കിനെ വലിച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് പാത്തിൻ്റെ അകത്ത് നണ്ണ് കൊടുത്തിട്ട് ഓൾ മാസ്ക് കൊടുക്കുക. അപ്പം നണ്ണും ഇങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പം VFX എല്ലാം ഉണ്ട് അല്ലേ. തൽക്കാലം നണ്ണ് കൊടുത്തിട്ട് ഓൾ മാസ്ക് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിൻ്റെ അകത്ത് ബ്രഷിൻ്റെ സൈസ് ഉണ്ട്, ബ്രഷിൻ്റെ ഹാർഡ്നെസ് ഒരു 100 കൊടുക്കാം. ഒപ്പാസിറ്റി ഇങ്ങനെ ഇരുന്നോട്ടെ. സ്റ്റാർട്ടും സ്പേസിങ്ങും നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, ഇനി ഒറിജിനൽ മാറ്റിയിട്ട് ഓൺ ട്രാൻസ്പാരൻ്റ് ആക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഓൾ മാസ്ക് ഞാൻ ഒന്നും കൂടെ ഓൺ ആക്കിയിട്ട് ഓൺ ആക്കി നോക്കാം. ഓൾ മാസ്ക് ഒന്നും കൂടെ ഓൺ ആക്കി നോക്കാം. ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, ബാക്കിയില്ല. എന്നിട്ട് ബ്രഷിൻ്റെ സൈസ് നമുക്ക് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. കണ്ടോ, വളരെ മൈന്യൂട്ടായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇത്രയൊന്നും വേണ്ട, അത്ര കട്ടിയൊന്നും വേണ്ട. നമുക്കൊരു 8 ആക്കി നോക്കിയാലോ, 8 അല്ലെങ്കിൽ ഒരു 4 ആക്കി നോക്കാം. ഓക്കെ, 4ഉം വലിയ പ്രശ്നമില്ല, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഫസ്റ്റ് VFX എന്ന് പറഞ്ഞൊരു ഔട്ട്ലൈൻ നമുക്കിപ്പം ആക്റ്റീവ് ആണ് അല്ലേ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിൻ്റെ അകത്ത് നിന്ന് ഒരു അനിമേഷൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എൻഡ് അനിമേഷൻ ചെയ്യാം, എൻഡിൻ്റെ അനിമേഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിൻ്റെ അനിമേഷൻ ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എൻഡ് അനിമേഷന് വേണ്ടിയിട്ട് ഞാൻ എൻഡിൻ്റെ അകത്ത് ഒരു ക്ലിക്ക് ചെയ്തു. ഓക്കെ, എൻഡ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അടിച്ചു. അപ്പം എൻഡിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഇതുണ്ട്. ഞാനിതിനെ മൂവ് ചെയ്തിട്ട് എൻഡിന് ഇതിപ്പോൾ 100 അല്ലേ കിടക്കുന്നത്, തിരിച്ചു കൊടുക്കാം 0. ഇവിടെ ഞാൻ എന്ത് ചെയ്യാം, 100 ആക്കി കൊടുത്തു. അപ്പം ഇങ്ങനെ വരും സംഭവം. കണ്ടോ, തിരിച്ചാണ് ഇപ്പോൾ അനിമേഷൻ വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത് എൻഡ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കീ ഫ്രെയിം അസിസ്റ്റൻറ്റ് ഈസിൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, അത്യാവശ്യത്തിനുള്ള മൂവ്മെൻ്റ് ഉണ്ട്. സ്വല്പം കൂടെ 6 സെക്കൻഡ് ആക്കാം. മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. സ്വല്പം കൂടെ ഒരു 8 ആക്കാം. ഓക്കെ, നമുക്ക് കാണണം, പക്ഷെ ഓവർ സ്പീഡും ആവരുത്. ഓക്കെ, ഇതാണെന്നൊന്നും പക്ക. ഓക്കെ, ഇങ്ങനെ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. കൺട്രോൾ D ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുന്ന സമയത്ത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അടിച്ച് നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ അകത്ത് എൻഡിൻ്റെ അനിമേഷൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ അത് ഓവർലേ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടിൻ്റെ അനിമേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, സ്റ്റാർട്ട് ഇവിടെ എൻഡാണ് 0 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് എത്ര ഇട്ട് കൊടുക്കാം, 100 ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് എൻഡിലായി പോരുത്. ഇതിപ്പോൾ എൻഡിലാണ് ഞാൻ ഇട്ടത്, അത് ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റാർട്ടിലാണ് ഇടുന്നത്, ഇപ്പോൾ എൻഡിലായിരിക്കുന്നത് കണ്ടോ. അപ്പോൾ സ്റ്റാർട്ടിൽ ഒരു കീ ഫ്രെയിം ഫസ്റ്റ് ഓഫ് ഓൾ ആഡ് ചെയ്യുക. ഇവിടെ മൂവ് ചെയ്ത് ഇവിടെ വരെ ഇരുന്നിട്ട് എൻഡിൽ 0 എന്നുള്ളത് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിൽ 100 ആക്കുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് പോയല്ലേ, ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം പഴയ അനിമേഷൻ മാത്രം. സോ കൺട്രോൾ D അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാർട്ടിൻ്റെ അനിമേഷൻ, സ്റ്റാർട്ടിൽ കീ വീഴരുത് കേട്ടോ. അടിച്ചു കഴിയുമ്പോൾ കീ വീഴരുത് സ്റ്റാർട്ടിൽ. ഇപ്പോൾ സ്റ്റാർട്ടിൽ ഒരു ചെറിയ കീ വീഴുന്നിട്ടുണ്ട്, അത് ഞാൻ റിമൂവ് ചെയ്യുക. അത് ശ്രദ്ധിച്ചോണം. സ്റ്റാർട്ടിൽ ഇപ്പോൾ കീ ഇല്ല, കൺട്രോൾ D അടിക്കുക. കൺട്രോൾ D അടിച്ചിട്ട് ഇതിനെ ഞാൻ അങ്ങോട്ട് മാറ്റി. അതിനുശേഷം ഇതിനെ ഓപ്പൺ ചെയ്യുക, അടിച്ചിട്ട് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അനിമേഷൻ മാത്രമേ ഉള്ളൂ, അത് എൻഡിൻ്റെതാണ്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിൽ ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ടിൻ്റെത് 100. ഓക്കെ, ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട് കാണാൻ പറ്റും. കണ്ടല്ലോ, 100ഉം ഇവിടെ എത്തുമ്പോൾ ഇവിടെ 100 ആകുമ്പോൾ ഇവിടെ 0 ആക്കാം. അപ്പോൾ ഇപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല അല്ലേ. ഇവിടെ സെലക്ട് ചെയ്യുക, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ് ഈസിൻ ആക്കി. എന്നിട്ട് നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാം. ഈ സ്റ്റാർട്ടിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് നോക്കാം. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ
ആദ്യം മുതൽ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. എക്സ് പോയി, എഫ് ഇങ്ങനെ തിരിച്ചു പോവുകയാണ് അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, വീണ്ടും ഞാൻ യു അടിച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം എൻ്റെ എത്ര കിടക്കണം, ഫസ്റ്റിൽ 100 കിടക്കുന്നത്, അപ്പം ഞാൻ 0 ആക്കാം. എൻ്റെ 0, ഇത് 100. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റാർട്ടില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് പോയിട്ട് സെയിം ഇതാക്കുക, കാരണം ഇതിനെ കോപ്പി അല്ലല്ലോ. ഇതിനെ 0 ആക്കിയിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക, 100 ആക്കുക. ഓക്കെ, ഇനി ഇത് മൂവ് ചെയ്തിട്ട് ഇതിനെ എത്ര ആക്കാം, ഇത് 100 ആക്കുക, മൂവ് ചെയ്യുക, ഇതിനെ നമ്മൾ 0 ആക്കി കൊടുക്കുക. ചിലപ്പോൾ 2 കീ ഫ്രെയിം വീഴാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അത് സെലക്ട് ചെയ്ത് നോക്കിക്കണം. ഇതിൻ്റെ അകത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണേ. സ്റ്റാർട്ടിൽ 100, ഇവിടെ ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് 0. ഓക്കെ, അപ്പോൾ ഏതാണ് 0 അതിനെ മാത്രം ട്രൈ ചെയ്തിടുക. 0 ഇതാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അതേപോലെ ഓരോന്നിനും ചെക്ക് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക, എൻഡ് മൂവ് ചെയ്യുന്ന കണ്ട് അതിൻ്റെ അകത്ത് ഒരു കീ ഫ്രെയിം കൂടെ വീഴുന്നിട്ടുണ്ട്. 0, ഇത് 100 മൂവ് ചെയ്തു, 100. ഓക്കെ, ഇതാണ് 100, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാം പൊസിഷൻ എല്ലാം കോമൺ പൊസിഷൻ ആയിരിക്കണം. ഇനി ഞാൻ ഈ ഒരു സ്റ്റാർട്ടിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് 1, 2 ജസ്റ്റ് ഒന്ന് ഓഫ്സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ബ്രഷ് സൈസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്, കണ്ടോ. അതിനെ സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം, വളരെ മൈന്യൂട്ടായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യാം. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം. സ്വല്പം കൂടെ ഒരു 8 ആക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വേറെ സംഭവം കൂടെ കയറിപ്പോയിക്കൊണ്ടിരിപ്പുണ്ട്, കേട്ടോ. മീൻസ് അത് മാത്രമല്ല, നമ്മളത് ഓഫ്സെറ്റ് ചെയ്താണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടോ വേറെ സംഭവം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ബ്ലെൻഡായി പോയിക്കൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ചെയ്തല്ലോ, ഇതിന് നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് ഗ്ലോ എന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഇതിൻ്റെ അകത്ത് CC ഗ്ലോ ആഡ് ചെയ്യാണ്. GLOW മൂവ് ചെയ്യുക, ഏറ്റവും താഴെ ഗ്ലോ ഉണ്ട്, ജസ്റ്റ് ഗ്ലോയെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടുക. ഓക്കെ, ഗ്ലോയിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നു. ഓക്കെ, ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കൂട്ടിയത്, ഗ്ലോയുടെ ഇൻറ്റൻസിറ്റിയാണ് കൂട്ടിയത്. ഒരു ഗ്ലോയും കൂടി ഇടാം, Ctrl D. ഓക്കെ, ഇപ്പം നോക്കിയേ, അപ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്ലോ ആയില്ലേ. ഗ്ലോ കുറച്ചും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം മാറ്റാം. കളർ ചാനൽസും കാര്യങ്ങളൊക്കെ ആൽഫ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. മീൻസ് കളർ ഏതാണ് വേണ്ടത്, ഈ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ ബ്ലെൻഡ് ചെയ്യാം. ബ്ലാക്ക് വേണ്ട, അവിടെ ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലെൻഡ് ചെയ്യാം. ഇനി നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അതിൻ്റെ അകത്തൊരു റെഡും കൂടെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ഇവിടെ സെലക്ട് ചെയ്യുക, വേറെ കളർ വേണമെങ്കിൽ ആ കളർ കൊടുക്കുക, ഇവിടെയും വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ ആ കളർ കൊടുക്കുക. അതേപോലെ ഗ്ലോയിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക. ഓക്കെ, ഇതിപ്പം ഒരു ഗ്ലോ എഫക്റ്റാണ് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഗ്ലോ ഉണ്ടല്ലോ. ഇനി വീണ്ടും ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക, Ctrl D. ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഗ്ലോ വേണ്ട, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഗ്ലോ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസ് നമുക്കൊന്ന് കുറയ്ക്കാം, ഒപ്പാസിറ്റിയും നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പേസിങ് വേണമെന്നുണ്ടെങ്കിൽ സ്പേസിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ആനിമേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബ്ലർ കൊടുക്കാമേ. ഡയറക്ഷണൽ ബ്ലർ എന്ന് അടിച്ചു നോക്കാം. BLUR, ഗോസിയൻ ബ്ലർ, ഡയറക്ഷണൽ ബ്ലർ ഇടാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാമേ. Ctrl+D, അതിൻ്റെ അകത്ത് ഗ്ലോ റിമൂവ് ചെയ്തു, ഗ്ലോ 2 റിമൂവ് ചെയ്തു, ഡയറക്ഷണൽ ബ്ലർ ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ ഈ ഒബ്ജക്ട്സിൻ്റെ അകത്തുള്ള ചേഞ്ചസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്വല്പം കൂടെ ഞാൻ മൂവ് ചെയ്ത് ആംഗിൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തേ. ഇങ്ങനെ തിരിച്ചു കൊടുത്ത ആംഗിൾ കണ്ടോ, ഒരു 90 ഡിഗ്രി തിരിച്ചു കൊടുത്തു. ഓക്കെ, ഇനി ഒന്നുകൂടെ പ്ലേ ചെയ്യാം. അതിനകത്തൊരു ഡയറക്ഷണൽ ബ്ലറും കൂടെ വന്നിട്ടുണ്ട്. ബ്ലറിൻ്റെ സൈസും കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങനെ അനിമേറ്റ് ചെയ്ത് കൊടുക്കാം. ഡയറക്ഷൻ ബ്ലറിനെ നമുക്ക് അനിമേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡയറക്ഷണൽ ഞാൻ ഇതിനെ 0 ആക്കിയേ. 0 ആക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒരു ഡയറക്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു, U അടിച്ചു, മൂവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഡയറക്ഷൻ 90-ലോട്ട് വരുന്നു. 90 മൂവ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് പൊസിഷൻ വരുമ്പോൾ ഡയറക്ഷൻ കറങ്ങി ഈ ഒരു ഭാഗത്തോട്ട് വന്നു. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഡയറക്ഷണൽ ബ്ലർ വേണ്ട കേട്ടോ. ഒരുപാട് ബ്ലർ ലെങ്ത് കൂടി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. ഒരു 10 പോരാ, ഒരു 150 കൊടുക്കാം നമുക്ക്. ആ ഒരു സംഭവം അറിയണം, അത്രേ ഉള്ളൂ. കണ്ടോ, ഡയറക്ഷണൽ ബ്ലറും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിതിനെ മൊത്തം സെലക്ട് ചെയ്യാം. 1 2 1 2. ദെൻ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, ഇങ്ങനെ എല്ലാ അനിമേഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അനിമേഷൻ്റെ ഇത് മാറ്റിയിടുക. മീൻസ് VFX എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഇതുണ്ടല്ലോ, ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ഈ ഔട്ട്ലൈൻ്റെ അകത്ത് ഞാൻ എൻഡ് എത്ര ഇട്ടിരിക്കുന്ന വാല്യൂ 0 to 1 ആണ് ഇട്ടിരിക്കുന്ന വാല്യൂ. കണ്ടല്ലോ, 0 to 1. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 100 ഇട്ട ലാസ്റ്റ് ഏരിയക്കകത്ത് 100 ഇട്ട ഇവിടെ എനിക്ക് 0 ഇടാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, 100ഉം 0 അല്ലേ എൻഡിൻ്റെ അകത്ത്, വീണ്ടും ഇവിടെ 100ഉം ഇവിടെ എനിക്ക് 0യും കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. സ്റ്റാർട്ടിൽ സെലക്ട് ചെയ്യുക, അതിൻ്റെ അത് 2 കീ വീഴാനുള്ള ചാൻസ് ഉണ്ടോ, ഇല്ല. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ എത്രയാ, ഇതിൻ്റെ വാല്യൂ എത്രയാ, എൻഡിൻ്റെ 0 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എത്ര കൊടുക്കാം, സ്റ്റാർട്ടിന് 100 കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ടിന് 100 കൊടുക്കാം. ഇവിടെ 100 ആകുമ്പോൾ ഇവിടെ 0 ആക്കുക. അത്രേ ഉള്ളൂ. ഇവിടെ ഈ ഓഫ് സെറ്റിലാണ് കംപ്ലീറ്റ് പരിപാടികൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തിരിഞ്ഞു വരും, വേറെ ഒന്നുമില്ല. കണ്ടോ, അത് തിരിഞ്ഞു വരും, അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. മൂവ് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക, 1 ഷിഫ്റ്റ് ഹോൾഡ് 2 അങ്ങോട്ട് മൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്യുക. ഇതങ്ങ് ഓഫ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ അത് ആ രീതിയിൽ ഓഫ് സെറ്റ് ആവും. പിടികിട്ടിയോ? അപ്പോൾ ഇനി പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഗ്ലോയിൻ്റെ ഡയറക്ഷൻ മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് അനിമേറ്റ് ചെയ്തിട്ടുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാണ് ഗ്ലോയുടെ അനിമേഷൻ ഇതിൻ്റെ അകത്ത് അനിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കളർ വല്ലതും മാറ്റണമെന്നുണ്ടെങ്കിൽ കളറ് മാറ്റാം. ഇനി ഇത് ഫുൾ സെലക്ട് ചെയ്യണം. 2 ഗ്ലോ, ഒരു ഔട്ട്ലൈൻ. റൈറ്റ് ക്ലിക്ക്, പ്രീ കോംബ്, മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻ ടു ദ ന്യൂ കോമ്പോസിഷൻ. ടെക്സ്റ്റ് FX എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് വേണ്ടത് അല്ലേ. റിഫ്ലക്ഷൻ നമുക്ക് എന്ത് കൊടുക്കാം, Ctrl+D അടിക്കുക, ലാസ്റ്റ് ഇവിടെ വയ്ക്കുക, റിഫ്ലക്ഷൻ എന്ന് കൊടുക്കുക, റിഫ്ലക്ഷൻ. ദെൻ ഇവിടെ എന്ത് കൊടുക്കുക, ഫ്ലിപ്പ്. കണ്ടോ, ഫ്ലിപ്പ് ചെയ്തിട്ട് ഓക്കെ, ഫ്ലിപ്പായിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഫ്ലിപ്പ് ചെയ്തു. സ്ക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്യൂ ചെയ്യാം, അല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആക്സിസ് ഏതാണ്, സ്കെയിലിൻ്റെ ഹൈറ്റ്. കണ്ടോ, തിരിക്കാം. കണ്ടോ, അപ്പോൾ ഒരു പെർസ്പെക്റ്റീവ് ലുക്ക് കിട്ടും. പെർസ്പെക്റ്റീവ് ലുക്കിൽ നമുക്ക് മൂവ് ചെയ്തിട്ട് ഇതിനെ മുകളിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പാരൻസി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. ട്രാൻസ്പാരൻസി എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, റിഫ്ലക്ഷൻ്റെ അകത്തൊരു മാസ്ക് വരയ്ക്കുക. സെലക്ട് ചെയ്തിട്ട് ഇതാ റിഫ്ലക്ഷൻ്റെ അകത്ത് ഞാനൊരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ വെച്ചിട്ട് ഒരു മാസ്ക് വരച്ചു. ഓക്കെ,
ഞാൻ ഫുൾ ക്വാളിറ്റിയിലല്ല ഇട്ടിരിക്കുന്നത്. മാസ്ക് വരച്ചിട്ട് ഈ ഒരു മാസ്കിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഇൻവേർട്ട് ചെയ്ത് കൊടുത്താൽ തിരിച്ചു വരും. ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടെ വെച്ചിട്ടൊന്ന് ഫെദർ ചെയ്ത് നോക്കാം. ചെറുതായിട്ടൊന്ന് ഫെദർ ചെയ്യുക. ഒപ്പാസിറ്റി കുറയ്ക്കണേ കുറയ്ക്കാം, ഫെദർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫെദർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എങ്ങോട്ട് എത്ര ഭാഗത്ത് മാസ്ക് വേണോ അത്രയും ഭാഗത്ത് നമുക്ക് അതിൻ്റെ മാസ്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് കീ വേണമെന്നുണ്ടെങ്കിൽ കീ ഇട്ട് നമ്മുടെ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ മാസ്കിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് എത്രത്തോളം കാണണം നമുക്ക് ആ ഒരു രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ മതി. ഫെദർ ആണെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇൻവേർട്ട് ആയി കഴിഞ്ഞാൽ അത് തിരിയും. കണ്ടോ, ഇങ്ങനെ വേണോ ഇങ്ങനെ വേണോ ഏതാണ് നല്ലത് ആ രീതിയിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഓവർലേ അങ്ങ് ഓഫ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓവർലേ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത്. ഞാൻ തൽക്കാലം ഇങ്ങനെ തിരിച്ചു. ഓക്കെ ഉണ്ട്, പക്ഷേ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെക്സ്ചറിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു ടെക്സ്ചർ ആഡ് ചെയ്യാണ് ബാക്ക്ഗ്രൗണ്ടിൽ. സോ പ്രൊജക്റ്റ് എടുത്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് നമുക്ക് ഡൗൺലോഡ്സിൻ്റെ അകത്ത് ഞാനൊരു ടെക്സ്ചർ കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, ആ ടെക്സ്ചറിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ടെക്സ്ചർ. ഒരു സെക്കൻഡേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഞങ്ങൾ സ്കെയിൽ ചെയ്യാം. ഞാൻ എസ് അടിച്ച് സ്കെയിൽ ചെയ്തു. ഓക്കെ, ആ റിഫ്ലക്ഷൻ കണ്ടല്ലോ, റിഫ്ലക്ഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിതിനെ റൊട്ടേഷൻ ചെയ്യുക. അതിന് മുന്നേ നമുക്ക് ഇതിനങ്ങ് 3D ആക്കാം. ഓക്കെ, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാം -90 ഡിഗ്രി. ഓക്കെ, ഇപ്പം എനിക്ക് കാണാമല്ലോ. ഇതും കൂടെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ റിഫ്ലക്ഷൻ ട്യൂക്ക് ചെയ്യുക കേട്ടോ. റിഫ്ലക്ഷൻ സെലക്ട് ചെയ്യുക, റിഫ്ലക്ഷൻ്റെ അകത്ത് യു അടിക്കുക. റിഫ്ലക്ഷൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് ആ റിഫ്ലക്ഷൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. മാസ്ക് ആണ് ഇതിൻ്റെ അത് ആഡ് ചെയ്തിട്ടുള്ള എഫക്ട്സ് ആൻഡ് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. കണ്ടോ, അതിൻ്റെ അകത്ത് നമുക്ക് സ്കെയിലിൻ്റെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ നമുക്കതിൻ്റെ പൊസിഷനും ഒപ്പാസിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പൊസിഷൻ വേണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. സ്വല്പം കൂടെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റ് ആ റിഫ്ലക്ഷൻ്റെ ഫീൽ വരണം അവിടെ. ഓക്കെ, ഇതവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് അല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി തറയ്ക്ക് ഒരു എഫക്റ്റും കൂടെ നമുക്ക് കൊടുക്കാം. നമുക്കൊരു കോമ്പൗണ്ട് ബ്ലർ, ഒരു സിമ്പിൾ ബ്ലർ കൊടുക്കാം. ബ്ലർ ഇതിൻ്റെ അകത്ത് നമുക്കൊരു കോമ്പൗണ്ട് ബ്ലർ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, കോമ്പൗണ്ട് ബ്ലർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ആ ഏരിയക്കകത്തൊരു ബ്ലർ കിട്ടും. കണ്ടോ, ഒരു കോമ്പൗണ്ട് ബ്ലർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവേർട്ട് ചെയ്യണമെങ്കിൽ ബ്ലറിനെ ഇൻവേർട്ട് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് കോമ്പൗണ്ട് ബ്ലറിൻ്റെ അകത്തല്ലേ ചെയ്തത്. VFXൻ്റെ സംഭവം ഇവിടെ റിഫ്ലക്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ലെയറിലോട്ട് പോയാൽ കുറച്ചും കൂടെ നല്ലൊരു റിഫ്ലക്ഷൻ കിട്ടും അവിടെ. കണ്ടോ, ഏത് ലെയറിലാണെങ്കിലും പോവാം. മാസ്ക് ആണെന്നുണ്ടെങ്കിൽ മാസ്ക് ചെയ്യാം. നമുക്ക് പ്രോപ്പർ ഒരു റിഫ്ലക്ഷൻ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻവേർട്ട് ബ്ലർ ആണെങ്കിൽ കണ്ടോ തിരിച്ചു വരും, ബ്ലർ ഇൻവേർട്ട് ആവും. സ്ട്രെച്ച് മാപ്പ് ടു ഫിറ്റ് ആണെങ്കിൽ അത് മാക്സിമം പിടിച്ച് ബ്ലർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ബ്ലർ ആവും. എനിക്ക് അത്രയും വേണ്ട, സ്വല്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ബ്ലർ മാത്രം ഇതിൻ്റെ അകത്ത് മതി. ഓക്കെ, ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ഒരു സോളിഡ് ലെയർ ആഡ് ചെയ്യാം. ഒരു സോളിഡ് ലെയർ ആഡ് ചെയ്തിട്ട് ആ സോളിഡ് ലെയറിനെ ഏറ്റവും ഡ്രാഗ് ചെയ്തിട്ടിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു എന്താ ആഡ് ചെയ്യാം, ഒരു റാമ്പ് ആഡ് ചെയ്യാം. ഓക്കെ, റാമ്പ് അല്ലാന്നുണ്ടെങ്കിൽ റാമ്പ് തന്നെ ആഡ് ചെയ്യാം. ഗ്രേഡിയൻ്റ് റാമ്പ് തന്നെ ആഡ് ചെയ്യാം. മൂവ് ചെയ്തിട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ബാക്കിൽ നമുക്ക് എന്താണ് ഒരു റാമ്പ് കിട്ടി. ആ റാമ്പിൻ്റെ അകത്ത് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കളറിൻ്റെ അകത്തൊരു ബ്ലൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു കുറച്ചൊരു
ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റോ ഏതെങ്കിലും ഒരു ബ്ലൂവും കൂടെ കൊടുക്കാം. പിന്നെ റാമ്പ് ലീനിയറും റേഡിയലും ഉണ്ട്. നമുക്ക് റേഡിയലാണ് കുറച്ചും കൂടെ കാണാനോ രസം. മൂവ് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഈ ഗ്രേഡിയൻറ്റ് റാമ്പിൽ തന്നെ കോപ്പി ചെയ്തിട്ട് നമുക്ക് കോമ്പണൻറ്റ് ബ്ലറിലും കൂടി ഇട്ട് നോക്കാം. കണ്ടോ? അതാകുമ്പം അതിൻ്റെ അകത്തൊരു എന്താണ് ഒരു പാത്ത് മീൻസ് ഒരു റൂമിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു ഫീലിലും കൂടെ നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. കണ്ടോ? പിടികിട്ടിയോ? എല്ലാത്തിലും കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യണുണ്ട്. മനസ്സിലായ സംഭവം. അപ്പോൾ ഈ ഒരു ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ മാത്രമേ ഞാൻ 3D ആക്കിയിട്ടുള്ളൂ, വേറെ ഒന്നിനും 3D ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്, കോമ്പണൻറ്റ് ബ്ലർ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ VFX-ഉം റിഫ്ലക്ഷനും ടെക്സ്റ്റ് എഫക്റ്റും ഒന്നും കൂടെ പ്രീ കോംബ് ചെയ്യാം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ആ ടെക്സ്റ്റ് അങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ, ഇനി അതിന് നമുക്ക് വിഷയമല്ല. ടെക്സ്റ്റിനെ വേണമെങ്കിൽ ഒന്ന് 3D ആക്കാം. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പുഷ് ചെയ്യാം. എങ്ങോട്ട്? Z ആക്സിസിലോട്ട് പുഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പൊസിഷൻ അടിച്ചിട്ട് ഞാൻ അതിനെ Z ആക്സിസിലോട്ട് പുഷ് ചെയ്യാം. കേട്ടോ? അപ്പോൾ കുറച്ചൊരു സ്പേസ് ഉള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. പിടികിട്ടിയാ? സ്പേസ് ഉള്ള ഒരു ഫീൽ കിട്ടും. ഓക്കെ, ഇത് കോമ്പോണൻറ്റ് ബ്ലറും ഇതും ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അത് ഇതുള്ളത് കൊണ്ടാണ് ആ ഒരു ഫീൽ വരുന്നത്. കണ്ടല്ലോ, ആ ഒരു തറയിലിരിക്കുന്ന ഒരു ഫീൽ വരുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. ക്യാമറ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ സോളിഡ് ബ്ലർ അങ്ങ് പോകും. അത് നമുക്ക് ഇഷ്ടമില്ല. നമുക്ക് ക്യാമറ ആക്കാം. ക്രിയേറ്റ് ന്യൂ ക്യാമറ. ക്യാമറ എടുത്തു, ക്യാമറ അനിമേറ്റ് ചെയ്ത് വിടാം. ഓക്കെ, സെലക്ട് ചെയ്യുക, P ഫോർ പൊസിഷൻ, പൊസിഷൻ കീ ഇട്ടു, മൂവ് ചെയ്യുക. പൊസിഷൻ നമുക്ക് മൂവ് ചെയ്തിട്ട് എത്രയും ഭാഗത്ത് വേണോ അത്രയും ഭാഗത്ത് നമുക്ക് മൂവ് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസി യൂസിൻ. ഓക്കെ, ഫുൾ സെലക്ട് ചെയ്യുന്നു, ഇവിടെ വരുന്നു, ഇതിനെ സെലക്ട് ചെയ്യുന്നു, ഇതിനെ സ്വല്പം ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അത് എത്രത്തോളം മൂവ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ് നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരാം. പിന്നെ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ആഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ന്യൂ, അതിൻ്റെ അകത്ത് കണ്ടോ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ആണ്. അപ്പം എനിക്ക് വൈറ്റ് വേണ്ട, ഞാനൊരു യെല്ലോ ലൈറ്റ് ഇടണമെന്ന് വെച്ചോ, ഒരു യെല്ലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്പോട്ട് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ കോൺ ആംഗിൾ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഫെദർ ഉണ്ട്. ഇപ്പം ഞാൻ തൽക്കാലം കാസ്റ്റ് ഷാഡോയും കൂടെ കൊടുത്തിട്ട് ഓക്കെ എടുത്തേ. ഓക്കെ എടുക്കുമ്പോൾ കണ്ട ഇതിപ്പോൾ ഞാൻ ആ ലൈറ്റിൻ്റെ ഇത് ഏതാ കൊടുത്തത്? യെല്ലോ ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് ആ ലൈറ്റ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ സ്പോട്ട് ലൈറ്റ് അങ്ങ് ഓൺ ആക്കുക ഇവിടെ. കണ്ടോ? എന്നിട്ട് ഇതാണ്ട ഇതിൻ്റെ അകത്ത് അങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ കുറയ്ക്കാം. കണ്ടോ ലൈറ്റിൻ്റെ? ഇപ്പോൾ കംപ്ലീറ്റ് ലൈറ്റിലാണ് നിൽക്കുന്ന പരിപാടി കംപ്ലീറ്റ്. കണ്ടോ? താഴോട്ട് കൊണ്ടുവരാം. അതേപോലെ തന്നെ ലൈറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആംഗിൾ എങ്ങനെയാണ് വരേണ്ടത് ആ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ? ആക്സിസ് ഏത് ആക്സിസിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ ആക്സിസിൽ നമ്മളതിൻ്റെ കോൺ ആംഗിൾ കുറച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കോൺ ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കോൺ ആംഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യുക. ലൈറ്റ് ഓപ്ഷൻ്റെ അകത്ത് ഇത് കോൺ ആംഗിൾ ഉണ്ടോ? ഇത് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് വരും. കോൺ ആംഗിൾ ഉണ്ടോ? മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും. പിന്നെ ലൈറ്റിൻ്റെ കളർ ഇതാണ്, നമ്മൾ ലൈറ്റിൻ്റെ കളർ മാറ്റി വൈറ്റ് കൊടുക്കുക. കണ്ടോ? അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അത് ഈ ഇത്രയും ഭാഗത്ത് മാത്രമേ ലൈറ്റ് ഉള്ളൂ. അപ്പോൾ ലൈറ്റ് എത്രത്തോളം ഭാഗത്ത് അടിക്കുന്നു അത്രത്തോളം ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂട്ടാം. കണ്ടോ? ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂട്ടാം. നമുക്ക് ആ ഒരു ഷാഡോയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കാസ്റ്റ് ഷാഡോ ഓൾറെഡി ഓൺ ആണ്. കണ്ടോ? ചെറിയൊരു ഡെപ്തിൽ ഷാഡോയും കൂടെ നമുക്ക് കിട്ടും. ഷാഡോയുടെ ഡാർക്ക്നെസ് നമുക്ക് കുറയ്ക്കാം. ഇവിടെ നിന്ന് അടിക്കുന്ന ഷാഡോയുടെ ഡാർക്ക്നെസ് കുറയ്ക്കാം. അതിൻ്റെ ഡിഫ്യൂഷനും കാര്യങ്ങളും എല്ലാം കുറയ്ക്കാം. ഫോൾ ഓഫ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിരിക്കണം. സ്മൂത്ത്, ഇൻവേഴ്സ്, ഫോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഫോൾ ഓഫ് ഡിസ്റ്റൻസ് ഇങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിൻ്റെ റേഡിയസും കാര്യങ്ങളും എല്ലാം കൂട്ടാനും. കണ്ടോ? ഇപ്പോൾ ലൈറ്റിൻ്റെ ഫീൽ വന്നില്ലേ? ഇപ്പോൾ ലൈറ്റ് വരുന്നതിൻ്റെ ഒരു ഫീൽ കറക്റ്റായിട്ട് കിട്ടും. ഫോൾ ഓഫ് മൂവ് ചെയ്തിട്ട് ഏത് ഏരിയയിലാണ് നിങ്ങൾ വയ്ക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലോട്ട് നമുക്ക് ഫോൾ ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് പോയിന്റ് കഴിഞ്ഞാൽ ആംബിയൻ ലൈറ്റ്. ഇതിനും പല കാര്യങ്ങളും ട്വീക്ക് ചെയ്ത് മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു സംഭവം കിട്ടുള്ളൂ ലൈറ്റിൻ്റെ. കണ്ടോ? ആംബിയൻ ലൈറ്റിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് അത്ര കുറവാണ്. പ്രോപ്പർട്ടീസ് സ്പോട്ട് കുഴപ്പമില്ല, പോയിന്റ് അത്യാവശ്യം കുഴപ്പമില്ല. അതിൻ്റെ ഇൻറ്റൻസിറ്റി മാത്രം സ്വല്പം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലൈറ്റ് കിട്ടും. ഷാഡോസ് ലൈറ്റ് അനിമേറ്റ് ചെയ്യണോ?
സ്പോട്ട് ലൈറ്റ് ഈ സ്പോട്ട് ലൈറ്റോ ഇത് എങ്ങനെ അനിമേറ്റ് ചെയ്യണോ ഇങ്ങനെ അനിമേറ്റ് ചെയ്യാം. ഇതാ ഇല്ല പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഇരിക്കുന്നതാണ്. അത് മൂവ് ചെയ്യാൻ കറക്കി വിട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഓരോ ലൈറ്റിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടി അനുസരിച്ച് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ലൈറ്റ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോ സ്പോട്ട് ലൈറ്റ് പൊസിഷൻ ഇറുക്കിയിട്ട് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് തന്നെ സ്പോട്ടിൻ്റെ പൊസിഷൻ കണ്ടോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അനിമേഷനിൽ കണ്ടോ സ്പോട്ട് ഇങ്ങനെ അനിമേറ്റ് ചെയ്ത് വിടാം. ഓക്കെ അപ്പോൾ ഇത് വെച്ചു നമ്മൾ ബേസിക് ലൈറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫുൾ ടെക്സ്റ്റിൽ അങ്ങ് ട്വീക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. വേറെ എന്ത് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കയറി ട്വീക്ക് ചെയ്യുക. പിന്നെ വീണ്ടും അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ അകത്ത് കയറാം. അതിൻ്റെ ഗ്ലോ അതിൻ്റെ ഔട്ട്ലൈന് നമ്മൾ നേരത്തെ കൊടുത്തല്ലോ ആ സംഭവങ്ങളെല്ലാം നമുക്ക് വീണ്ടും ഇതാ അനിമേറ്റ് ചെയ്യാം. ഗ്ലോ ഉണ്ടോ ഗ്ലോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഗ്ലോ ഓഫ് ചെയ്ത് ഇങ്ങനെ നമ്മൾ തുടങ്ങിയത് എന്നിട്ട് അതിൻ്റെ അകത്ത് ഗ്ലോ ആഡ് ചെയ്തു. അതിൻ്റെ അകത്ത് ഇതാ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസ് ആണെങ്കിൽ ഇങ്ങനെ തുടങ്ങിയത്. ഇനി ഗ്ലോ 2 ആണെന്നുണ്ടെങ്കിൽ ഗ്ലോ 2 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഗ്ലോ 2ൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രഷിൻ്റെ സൈസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ കളർ വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലോയ്ക്കല്ല ഔട്ട്ലൈൻ്റെ അകത്ത് വേറെ കളർ വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം. അപ്പോൾ ഔട്ട്ലൈൻ വേറെ കളറായിരിക്കും. കേട്ടോ ഔട്ട്ലൈൻ വേറെ കളറായിരിക്കും. നമുക്ക് ഏത് കളറാണ് വേണ്ടത് ആ കളർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ ബ്രഷ് സൈസ് ഇതിൻ്റെത് രണ്ടാമത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രഷ് സൈസ് ഇപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ചെറുതായിട്ട് കൊടുത്താൽ ഇങ്ങനെ വരും. കണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ ഏത് രീതിയിലുള്ള എഫക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ കൊടുക്കുക. 3 ആണ് 4 ആണെങ്കിലോ കൂടി ഫ്ലിക്കറിങ് വാല്യൂ കുറച്ചാൽ മതി. മാക്സിമം തിക്നെസ് ഞാൻ കുറച്ചായിരുന്നു നേരത്തെ 5. ബ്രഷിൻ്റെ ഹാർഡ്നെസ്സും അഡ്ജസ്റ്റ് ചെയ്യാമേ. സ്വല്പം കൂടെ കുറയ്ക്കാം. ഹാർഡ്നെസ് 25 കൊടുക്കാം. കണ്ടോ ഇതാണ് സംഭവം. വാല്യൂലാണ് കളി മൊത്തം. കണ്ടോ വാല്യൂ ഉണ്ടോ 3 ആണ് ഇതിൻ്റെ വാല്യൂ ബ്രഷിൻ്റെ. അപ്പോൾ അതനുസരിച്ച് അത് മാറിക്കോളും. ഇനി നമ്മൾ ഒറിജിനൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്ത് അനിമേഷൻ ചെയ്തിരിക്കുകയല്ലേ. പക്ഷെ അത് ഇതിൽ കാണുമ്പോൾ ഒരു ഫീൽ വരൂല കേട്ടോ. നമ്മൾ അകത്ത് കയറി കാണുമ്പോഴേ ആ ഒരു ഫീൽ വരുള്ളൂ. കണ്ടോ സാധാരണ പോലെ കൊടുക്കുക കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഫീൽ വരില്ല. വൈറ്റ് തന്നെ വേണം നമുക്ക്, എന്നാലേ ആ ഒരു ഫീൽ കറക്റ്റാണ് വരുള്ളൂ. ഫ്ലിക്കർ മാറ്റിയിട്ട് റെഡ് ഔട്ട്ലൈൻ അല്ലേ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടെ വീണ്ടും ടെക്സ്റ്റിൻ്റെ അകത്ത് കയറുക. ടെക്സ്റ്റിൻ്റെ അകത്ത് കയറാം. ബ്രഷ് സൈസ് സ്വല്പം കൂടെ ഇൻക്രീസ് ചെയ്യാം.
ഓക്കെ, സ്പേസിങ്ങിലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. സ്പേസിങ് ഓൺ ഒറിജിനൽ ഇമേജ് ആണെങ്കിൽ ഒറിജിനൽ ഇമേജ്, പക്ഷെ അതിൽ കാര്യമില്ല. റിവേർട്ട് ഒറിജിനൽ ഇമേജ് അത് തിരിഞ്ഞു വരും, റിവേർട്ടായിട്ട് വരും. സെലക്ട് ചെയ്യുക, പക്ഷെ ആ ഒരു ഫീൽ വരും. എന്നിട്ട് തിരിച്ച് കോമ്പിൽ പോവാം. ഓരോന്നും നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോഴേ ഓരോ ടൈപ്പ് ഓഫ് എഫക്ട്സ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം, ഈ VFX ഓൺ ആക്കാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നിട്ട് എടുത്ത് ബാക്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സോറി ഓൾറെഡി ബാക്കിലാണല്ലോ അല്ലേ, ആ എഫക്ട്സ് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്ലറോ അല്ലെങ്കിൽ ഒരു വേണ്ട, ഒരു ട്രാൻസ്പാരൻസി അടിച്ചു കൊടുക്കാം. T അടിച്ചിട്ട് ഒരു ട്രാൻസ്പാരൻസി കൊടുക്കുക അതിൻ്റെ അകത്ത്. കണ്ടോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിൻ്റെ അകത്തുള്ളൊരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുള്ളൊരു ഫീൽ അതിൻ്റെ അകത്ത് കിട്ടും, അത്രേ ഉള്ളൂ. ഇവിടെ സെലക്ട് ചെയ്യുക, ട്രാൻസ്പാരൻസി കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കോമ്പിൽ പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ അകത്തൊരു സംഭവം ഉള്ള ഒരു ഫീൽ കിട്ടും. മനസ്സിലായേ? അപ്പോൾ വൈറ്റ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കളർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫറൻസ് അവിടെ കിട്ടും. ക്യാരക്ടർ എടുത്ത് വൈറ്റ് മാറ്റാം. വൈറ്റ് മാറ്റിയിട്ട് നമുക്ക് ഒരു ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അതിലും ബ്ലൂ ആണല്ലേ, ബ്ലൂ മാറ്റാം. ബ്ലൂ വേണ്ട, വേറെ കളർ കൊടുക്കാം. ഓക്കെ, ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ആ ഒരു എഫക്റ്റ് കിട്ടും.